സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആമിയുടെ ഇന്നത്തെ ഫുഡ് ഡെലിവറി കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി എനിക്ക് വല്ല ഫുഡ് എടുത്ത് കഴിക്കണം. ശരി എന്നാ നടക്കട്ടെ ചേച്ചി, പോയിട്ട് വരാം. അതെ, ഏട്ടനെ കാണേണ്ടത് അത്യാവശ്യമാണോ? അതെ. ചേട്ടൻ എവിടാണെന്ന് ആമിക്ക് അറിയാവോ? അറിയാം, അതല്ലേ ചോദിച്ചത്. ആമി, സുഹറാബി ടെൻഷൻ ആവണ്ട. ഞാൻ അയാളെ കണ്ട സ്ഥലേ പറഞ്ഞു കൊടുക്കൂ, വേറൊന്നും പറയില്ല. എന്താ ഉമ്മയും മോളും തമ്മിൽ രഹസ്യം? ആമി എന്നെ കളിയാക്കിയതാണോ? ഹേയ്, ഞാൻ സീരിയസ് ആയി തന്നെ പറഞ്ഞതാ. ഒരു ഹോം ഡെലിവറിക്ക് പോയപ്പോ ഞാൻ ഇന്ദ്രേട്ടനെ കണ്ടു. എവിടെ വെച്ച്? ഇവിടെ അടുത്തെവിടെങ്കിലും ആണോ? ഇവിടുന്ന് 1 കിലോമീറ്റർ പുറകിലോട്ട് പോണം, സിറ്റി റൂട്ടില്. ബ്രിഡ്ജ് കഴിഞ്ഞ് 2ാമത്തെ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോ ലീലാവതി ബ്ലോക്ക്, ഹൗസ് നമ്പർ 6. അവിടെ ഇന്ദ്രേട്ടനുണ്ട്, ഷുവർ. സത്യ, ചിലപ്പോ അവൾക്ക് തോന്നിയതാവാനും മതി. ആമി ഷുവർ പറഞ്ഞല്ലേ ചേച്ചി, തെറ്റാൻ വഴിയില്ല. അവിടെ ഇന്ദ്രേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്, അതെനിക്കറിയാം. എങ്കിൽ താങ്ക്സ് ആമി. ഞാൻ പോകുന്ന വഴിക്ക് ഇന്ദ്രേട്ടനെ കയറി കണ്ടോളാം. ഓക്കെ, ഗുഡ് നൈറ്റ് ചേച്ചി. പോട്ടെ എന്നാ. ശരി സത്യ. അപ്പോ ഏട്ടത്തി സ്ഥലത്തില്ലാത്ത സമയം നോക്കി ഏട്ടൻ വീണ്ടും അവളെ തേടി പോയിരിക്കുക. ഇപ്പൊ തന്നെ അവിടെ പോയെല്ലാം പൊളിക്കായിരുന്നു. പക്ഷേ രമേഷും കൂടി എല്ലാം അറിയും. അതുകൊണ്ട് അതിപ്പോ വേണ്ട. ചേച്ചി, അത്താഴ പട്ടിണി കിടന്ന ആർക്കാ അതിന്റെ ദോഷം? ചേച്ചിക്കും ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും അല്ലേ? രഘുവേട്ടന് അതിനെ കുറിച്ച് വല്ല വിചാരമുണ്ടോ? ചേച്ചി ഇവിടെ ഇരുന്ന് കഴിച്ചേ. രാവിലെ മുതൽ ചേച്ചിയൊന്നും കഴിച്ചിട്ടില്ലെന്നാ ദയ പറഞ്ഞത്. ഇത് കഴിക്ക് ചേച്ചി. എന്താ ചേച്ചി ഇത്? രഘുവേട്ടൻ ഇപ്പൊ എവിടെയായിരിക്കോ? മാനക്കേട് സഹിക്കാനാവാതെ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കോ രഘുവേട്ടൻ? ഞാനും കണ്ടമാനം കുറ്റപ്പെടുത്തി രഘുവേട്ടനെ. പാവം, സഹിച്ചു കാണില്ല. ചേച്ചിക്ക് സഹിക്കാവുന്ന കാര്യങ്ങളാണോ രഘുവേട്ടൻ ചെയ്തു വെച്ചത്? അപ്പൊ കുറ്റപ്പെടുത്തിയതിൽ എന്താ തെറ്റ്? ജയനെ വിശ്വസിച്ചത് മാത്രമാ മോളെ രഘുവേട്ടന് പറ്റിയ തെറ്റ്. അല്ലാതെ വേറൊന്നും അദ്ദേഹം ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും ആ മഞ്ജരിയുടെ കാര്യത്തില് രഘുവേട്ടനെ വിശ്വാസമില്ലാത്ത പോലൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇപ്പൊ. അത് പിന്നെ അങ്ങനെയല്ലേ ചേച്ചി? സ്നേഹമുള്ളവരുടെ ഭാഗത്ത് തെറ്റ് കണ്ട ശാസിക്കും, കുറ്റപ്പെടുത്തും. അതാർക്കും ആ ദേഷ്യത്തിന് തോന്നുന്നതാ. പിന്നീട് നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനും തോന്നും. പക്ഷേ ഇത് രഘുവേട്ടനും കൂടി മനസ്സിലാവണ്ടേ? രഘുവേട്ടൻ മാറി നിൽക്കുന്നത് ചേച്ചി കുറ്റപ്പെടുത്തിയത് കൊണ്ടൊന്നും അല്ല. നമ്മുടെ അച്ഛൻ പറയുന്നത് അനുസരിക്കാതെ ഓരോന്നിലെടുത്ത് ചാടിയതിന്റെ കുറ്റബോധം കൊണ്ടാ. അതും കാണും. പക്ഷേ കുറ്റബോധം കൊണ്ട് അച്ഛനെ വീണ്ടും രഘുവേട്ടൻ കഷ്ടപ്പെടുത്തുകയാണോ വേണ്ടത്? ഇപ്പൊ തന്നെ രഘുവേട്ടന് വേണ്ടി
അച്ഛൻ എന്തുമാത്രം ഓടി, എന്നിട്ടും അച്ഛന് സമാധാനത്തോടെ കിടക്കാൻ പറ്റുന്നുണ്ടോ? രഘുവേട്ടൻ വരാതെ അച്ഛൻ ഇന്ന് ഉറങ്ങൂല. അച്ഛൻ ഉറങ്ങും. ചേച്ചി ആഹാരമൊക്കെ കഴിച്ച് അച്ഛന്റെ അടുത്ത് പോയി സമാധാനിപ്പിച്ച. അച്ഛന്റെ ഇപ്പോഴത്തെ വിഷമം ചേച്ചിയെയും ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഓർത്താം. ചേച്ചി ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാ അച്ഛന് സമാധാനമാവും. നമുക്ക് നമ്മുടെ അച്ഛനെ കൂടെ നോക്കണ്ടേ ചേച്ചി? വേണം. നമ്മുടെ അച്ഛൻ തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. ഞാൻ കഴിക്കാം. രഘുവേട്ടൻ എന്നെ എന്റെ കുഞ്ഞിനെയും കുറിച്ച് ചിന്തയില്ലെങ്കിൽ ഞാൻ എന്തിനാ ആ മനുഷ്യനെ ഓർത്ത് കരയുന്നേ? ഞാൻ കഴിക്കാം. മതി ചേച്ചി, വേണ്ടെങ്കിൽ കഴിക്കണ്ട. ഒന്ന് കരയാതിരുന്നാ മതി. എല്ലാം പോയല്ലോ ദൈവമേ. ഞാൻ എന്റെ വഴികാട്ടിയായി കരുതിയിരുന്നൊരു തന്നെ എന്നെ ചതിച്ചു കളഞ്ഞല്ലോ. മണ്ടനായിപ്പോയി. നല്ലതും ചീത്തയും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനായിപ്പോയി. കഴിവ് കെട്ടവൻ രഘു. തെറ്റാ ഞാൻ ചെയ്തത്. എന്റെ അമ്മാവനോടും അമ്പിളിയോടും ഒക്കെ കടുത്ത അപരാധമാണ് ഞാൻ ചെയ്തത്. അവരോടൊന്നും മുമ്പിൽ ചെന്ന് ക്ഷമ ചോദിക്കാനുള്ള യോഗ്യത എനിക്കില്ല. പിന്നെന്ത് ചെയ്യും? ഇത് തന്നെ സകലതും മറക്കാൻ ഈ ദിവ്യ ഔഷധം കുടിക്കുക. ഓർമ്മ കെടും വരെ കുടിക്കുക. നീ ഇതെവിടെ പോയിരിക്കുവായിരുന്നടാ ഇത്ര നേരം? മനുഷ്യൻ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ഒന്ന് നടു നിവർക്കാൻ നോക്കുമ്പോ അവൻ ഇറങ്ങിപ്പോയേക്കുന്നു. ഞാൻ സോനയോട് പറഞ്ഞിട്ടാണല്ലോ അമ്മേ പോയത്. അതുകൊണ്ടെന്താ? ഞാനും ഇവളും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ നിനക്കിവിടെ വാതിൽ തുറന്നു തരാൻ? ഒരത്യാവശ്യ കാര്യമായതുകൊണ്ട് പോയതാ അമ്മേ. ഇനി ഇങ്ങനെ ലേറ്റ് ആവാതെ ഞാൻ നോക്കാം. എന്തായിരുന്നു ഇത്ര വലിയ അത്യാവശ്യം? നിന്നെ അനുപമ വിളിച്ചു എന്ന് സോന പറഞ്ഞല്ലോ. എന്തിനാടാ രാത്രിയിൽ അവള് നിന്നെ വിളിച്ചേ? ഏട്ടനെ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് ഏട്ടത്തി എന്നെ വിളിച്ചതാ. ഞാൻ ഏട്ടനെ അന്വേഷിച്ചാ പോയത്. എന്നിട്ട് ഏട്ടനെ കണ്ടോ? കണ്ടില്ല.
പക്ഷേ ഫോൺ ഓഫ് ചെയ്ത് ഏട്ടൻ എവിടെ ഇരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. എവിടെയാ? മതിയടി, നീ നേരത്തെ ഉറക്കം വരുന്നു പറയുന്നുണ്ടല്ലോ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. പോ. സത്യ, നീ ആ സ്വർണ്ണം എവിടെയാ പണയം വെച്ചത്? അത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, രമേഷിന്റെ കെയർ ഓഫിലാ. അതെപ്പോ വേണമെങ്കിലും എടുക്കാമല്ലോ അല്ലേ? എടുക്കാം. എന്താ അമ്മ, നാളെ എടുക്കണോ? ചിലപ്പോ വേണ്ടി വരും, ഞാൻ പറയാം. എന്റെ അനിയത്തി എന്തായാലും കൊള്ളാം, എല്ലാം ഒളിഞ്ഞു എന്ന് കേട്ട് ഒറ്റിയിരിക്കുക. എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യണം. ഇത് നമ്മുടെ അനന്തമാഷിന്റെ മരുമകനല്ലേ? അതെ, ബ്ലേഡ് കമ്പനി പൊളിഞ്ഞു എന്നുള്ള വാർത്ത കേട്ടു. അതിന്റെ ക്ഷീണം തീർത്താവും. കാറ്റ് പോയി കാണില്ലല്ലോ അല്ലേ? ഏയ്, കള്ളറങ്ങാത്തന്റെ കിടപ്പാ ഇത്. അങ്ങനൊന്നും കാറ്റ് വന്ന ആളൊന്നും അല്ലത്. അനന്തമാഷിനെ വിവരം അറിയിച്ചോ? വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരമായി. മാഷി ചിലപ്പോ നാണക്കേട് ഓർത്ത് വരാതിരിക്കുന്നതായിരിക്കും. ദേ നോക്കി, അനന്തമാഷ് വരുന്നുണ്ട്. എന്താ, എന്തു പറ്റി? രഘുവടെ? രഘു, 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 എഴുന്നേക്കണം. മാറിപ്പോടാ. എഴുന്നേക്കും. നിന്റെ അമ്മാനെ വിളിക്കുന്നേ. എഴുന്നേക്കണം. രഘു, നിന്റെ അമ്മാവൻ. എഴുന്നേക്കണം. മോഹനം കെടുത്താതെ എഴുന്നേറ്റ് പോടാം. ഞാൻ വന്നോളാമോ? അമ്മാൻ പോ. ഒരബദ്ധം പറ്റിയതാ. എണീറ്റ് പാടങ്ങോട്. ഒരാനാ പറഞ്ഞത്. എഴുന്നേക്കണം. നിന്നെ താങ്ങേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായാലോടാ. എഴുന്നേക്കണം. നിനക്ക് എല്ലാ കാര്യത്തിലും അബദ്ധമല്ലേ പറ്റുള്ളൂ. എഴുന്നേക്കണം. എഴുന്നേക്കും. നിന്നോട് എഴുന്നേക്കണം. വലിച്ചോണ്ട് പോകും ഞാൻ. എഴുന്നേക്കാൻ മാനം കളഞ്ഞപ്പോ സമാധാനമില്ല. നടക്കണം. നീ എന്തിനാ ഇങ്ങനെ കരയണേ? ഇവനെ ഓർത്തിട്ടാണോ? എങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവനായതുകൊണ്ട് ഇവന്റെ ദേഹത്തെ ചെളി കഴുകി കളയാനാ ഞാൻ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അല്ലാതെ ഇവന്റെ മനസ്സ് നന്നാവുമെന്ന് കരുതിയിട്ടല്ല. ഇവന് സ്വബോധം വീണ്ടും കിട്ടിയിട്ട് വേണം 4 വർത്തമാനം എനിക്ക് ഇവനോട് പറയാൻ. എന്നിട്ട് ഇവനെ ഇവിടുന്ന് ഇറക്കി വിടണം. അതിനു വേണ്ടി മാത്രമാ ഈ വിഴുപ്പ് കെട്ട് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. മതി അച്ഛാ, പോട്ടെ. പോട്ടെ എന്ന് വയ്ക്കാൻ ഇനി പറ്റില്ല മോളെ. ഇന്നലെ വരെ ഇവൻ ചെയ്ത തെറ്റും ഇവന് പറ്റിയ അബദ്ധങ്ങളും എല്ലാം ഞാൻ ക്ഷമിച്ചതാ. പക്ഷെ ഇത് ഈ നാട്ടുകാരുടെ മുമ്പിൽ എന്നെയും എന്റെ കുടുംബത്തെയും നാണം കെടുത്ത് ഇവന്റെ ഈ പ്രവൃത്തി ഞാൻ പൊറുക്കില്ല. എടാ,
ഇതിലും ഭേദം നിനക്ക് ഞങ്ങളെയൊക്കെ അങ്ങ് കൊല്ലാമായിരുന്നില്ലണം. ഈ കാരണം ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനൊക്കെ ഭേദം എനിക്കും എന്റെ മക്കൾക്കും മരിക്കുന്നതാണോ നല്ലത്? എന്തിനാ മോളെ നീ വീണ്ടും ഇതിനു വേണ്ടി വക്കാലത്ത് പിടിക്കുന്നേ? വിട്ടേക്ക്. നിന്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക് നീ ഇവനെ. അതാ നിനക്ക് നല്ലത്. മോളാനു, നീ ഇനി ഇവിടെ നിൽക്കണ്ട. എത്രയും വേഗം തിരിച്ചു പോയിക്കോ. എന്തിനാ വെറുതെ ഇവിടെ നിന്ന് ഈ നാണക്കേട് നീയും കൂടെ സഹിക്കുന്നേ? ഞാൻ എവിടെയായിരുന്നാലും എന്റെ അച്ഛനും എന്റെ കുടുംബത്തിനും ഉണ്ടാവുന്ന നാണക്കേട് എന്റേത് കൂടിയല്ലേ അച്ഛാ? അതെ, ഇവൻ കാരണം നിന്റെ ജീവിതത്തിലെ സ്വസ്ഥത കൂടി ഇല്ലാതാവും. എടാ, നീ സ്വയം നശിക്കുന്നതോടൊപ്പം ബാക്കിയുള്ളവരെ കൂടി നശിപ്പിക്കലോടാ. വേണ്ട അച്ഛാ, വേണ്ട. അച്ഛനങ്ങോട്ട് പോയിക്കോ. ഒന്ന് പോ അച്ഛാ. കുടിവെള്ളം പോലും കൊടുത്തു പോരുത്തവന്. 2 കാലിൽ നടക്കാറായ ഇറക്കി വിടും ഞാൻ ഈ നെറുകെട്ടവന് ഈ കുടുംബത്തിന്ന്. വേണ്ട, രഘുവേട്ടൻ എന്നോടൊന്നും പറയണ്ട. ഇവിടെ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഞാൻ രഘുവേട്ടനെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു എല്ലാവരെയും ആശ്വസിപ്പിക്കുക ചെയ്തത്. പക്ഷെ എല്ലാം മറക്കാനെന്ന പേരിൽ ഞങ്ങളെല്ലാം മറന്നുകൊണ്ട് രഘുവേട്ടൻ ചെയ്ത ഈ കാര്യമുണ്ടല്ലോ, ഇതൊരു മനുഷ്യന് ചേർന്ന പ്രവൃത്തിയല്ല രഘുവേട്ട. തെറ്റാർക്കും പറ്റും. അത് മനസ്സിലാക്കി തിരുത്തുന്നവനാ മനുഷ്യൻ. നിങ്ങൾ എങ്ങനെയായി പോയല്ലോ രഘുവേട്ട. ഈ കുടുംബത്തെ മൊത്തം നിങ്ങൾ തകർത്ത് കളഞ്ഞല്ലോ. പോയിക്കോ, എങ്ങോട്ടെങ്കിലും പോയിക്കോ. എനിക്ക് നിങ്ങളെ ഇനി കാണണ്ട, ഒരിക്കലും കാണണ്ട. ഞാനൊരു 11 മണിയായപ്പോഴേക്കെത്തി. ഇവിടെ കുഴപ്പമൊന്നുമില്ല. രാത്രി വന്ന ഉടനെ ഒറ്റയ്ക്കായതിൻ്റെ ഒരു ചെറിയ മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് വേഗം ഉറങ്ങിപ്പോയി. അല്ലാനു, എപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നേ? ആണോ? അച്ഛൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കണ്ടല്ലോ. നിങ്ങളിങ്ങ് വരില്ലേ? ശരി, വീട്ടിലെത്തിയ ഉടനെ നീ വിളിച്ചോ, ഞാൻ വന്നോളാം. എന്നെ കണ്ടിട്ടല്ലേ അച്ഛൻ തിരിച്ചു പോകൂ. ഇനി ഹർഷ പറഞ്ഞതുപോലെ അവളും ഇന്ദ്രേട്ടനും തമ്മിൽ പഴയതുപോലൊരു മോശം ബന്ധം ഇപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ അവിടെ പോയ കാര്യം ഏട്ടൻ ഏട്ടത്തിയോട് പറയൂ. ഇനിയിപ്പോ അതിനെക്കുറിച്ച് ഏട്ടനോടൊന്നും ചോദിക്കാതിരിക്കുന്നതാവും നല്ലത്. അതൊക്കെ ശരിയാടോ, ഞാൻ ചെയ്തോളാം. ബാക്കി വിശേഷങ്ങളൊക്കെ നേരിട്ട് പറയാം. ഇവിടെ സത്യം വന്നിട്ടുണ്ട്. ശരി, ഓക്കെ എന്നാ. എന്താണ് സത്യ? നീ രാവിലെ തന്നെ? വീട്ടില് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ലേട്ടാ, ഞാൻ ഏട്ടനെ തിരക്കി ഇന്നലെ രാത്രിയിലും വന്നിരുന്നു. അപ്പോ ഏട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റായി. എന്താണ് കാര്യം? അത് വേറൊന്നുമല്ല ഏട്ടാ. അന്ന് സോനയുടെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഞാൻ 2 ലക്ഷം രൂപയുടെ സ്വർണം പണയം വെച്ചില്ലേ? അത് ഞാൻ വെച്ചത് രഘുവേട്ടന്റെ ഫൈനാൻസ് കമ്പനിയിൽ. അതെന്തിനാ നീ അവിടെ കൊണ്ടുവച്ചത്? അന്നിവിടെ ഫൈനാൻസ് കമ്പനികളൊക്കെ സ്ട്രൈക്കായിരുന്നു. നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല.
എന്നിട്ടെന്താ നീ അത് അന്ന് പറയാതെ ഇപ്പൊ ഒന്ന് പറയുന്നത്? അത് പിന്നെ അമ്മ അറിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവുമെന്നറിയാം. രഘുവേട്ടനോട് അത്രയ്ക്ക് വെറുപ്പാണല്ലോ അമ്മയ്ക്ക്. ഏട്ടനോട് പലപ്പോഴും പറയണമെന്ന് വിചാരിക്കും, പക്ഷേ സാഹചര്യം ഒത്തുകിട്ടണ്ടേ. അതാ അനുവേട്ടത്തി ഇല്ലാത്ത സമയത്ത് ഏട്ടനോട് വന്ന് പറയാന്ന് വിചാരിച്ചത്. ഏട്ടാ, അമ്മ എന്തായാലും ഇതറിയണ്ട. രഘുവിന്റെ സ്ഥാപനത്തിൽ നിന്ന് നമുക്കത് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാൻ നോക്കാം. അയ്യോ, അങ്ങനെ പെട്ടെന്ന് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല ഏട്ടാ. ഞാൻ പിന്നെ ഏട്ടനത് അറിഞ്ഞിരിക്കണമെന്നുള്ളതുകൊണ്ട് മാത്രം പറഞ്ഞതാ. ഏട്ടനത് കൈ കാശ് വരുന്ന സമയത്ത് എടുത്താ മതി. അതല്ലടാ, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുമായി നമുക്കൊരു ഇടപാടും വേണ്ട. പ്രത്യേകിച്ച് അമ്മ തന്നേൽപ്പിച്ച സ്വർണമല്ലേ. തൽക്കാലം കടയിൽ നിന്നോ മറ്റോ 2 ലക്ഷം രൂപ മറിച്ച് രഘുവിന്റെ അടുത്തുനിന്ന് ആ സ്വർണം എടുത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഫിനാൻസ് കമ്പനിയിൽ മാറ്റിവെക്കാം. അതാ നല്ലത്. ഈ ആഴ്ച തന്നെ നമുക്കത് ചെയ്യാം. ആ ദാസ് സാറാ, നീ ഇരിക്കും, ഞാൻ പോരാ. ആ സാറേ. ആ ഇല്ല, പറഞ്ഞു സാറേ. ഏട്ടനോട് പറഞ്ഞത് അബദ്ധമായി പോയെന്നാണല്ലോ തോന്നുന്നേ. പണി പാളി. രഘുവേട്ടന്റെ ഫിനാൻസ് കമ്പനി പൊളിഞ്ഞ കാര്യം സ്കൂളിലൊക്കെ അറിഞ്ഞു കാണോ ചേച്ചി? അവിടുന്ന് കുട്ടികളൊക്കെ എന്നെ കളിയാക്കോ? അതിന് നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലല്ലോ. സ്കൂളിൽ പോവാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കയില്ലേ നീ? എന്റെ അവസ്ഥ അതല്ല. ഇന്നത്തോടെ ലീവ് എടുക്കാനുള്ള ലിമിറ്റ് കഴിഞ്ഞു. ശമ്പളത്തിന്ന് പൈസ പിടിക്കും. ആകെ കിട്ടുന്നത് നക്കാപ്പിച്ചയാ. അതിന് 100 കൂട്ടം ചെലവുകളും ഉണ്ട്. ഒന്ന് നിർത്തടി. നിന്റെ ശമ്പളത്തിന്റെ ചെലവിന്റെ കാര്യം പറയാൻ കണ്ടൊരു സമയം. നിനക്ക് നിന്റെ സ്വന്തം കാര്യത്തെക്കുറിച്ചല്ലാതെ വേറൊന്നിനെ കുറിച്ചും ഒരു ചിന്തയും ഇല്ലല്ലോ. മതി ചിലങ്കെ, ഇവരുടെ ടെൻഷനെ കുറിച്ചല്ലേ ഇവര് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോവാതിരിക്കേണ്ട ഒരു കാര്യമില്ല. എന്തിനാ പോവാതിരിക്കുന്നേ? നമ്മുടെ രഘുവേട്ടൻ മനഃപൂർവ്വം ആരെങ്കിലും ചതിച്ചോ? ഇല്ലല്ലോ. രഘുവേട്ടന്റെ സ്ഥാപനം പൊളിഞ്ഞതിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാ നിങ്ങൾ തല ഉയർത്തി തന്നെ പറയണം. രഘുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവിടെ മോഷണം നടന്നുകൊണ്ടാണ് പൂട്ടേണ്ടി വന്നതെന്ന്.